ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ രംഗത്ത് ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ് എന്ന് ഇപ്പോൾ മാത്രമല്ല കുറേ കാലമായി പറഞ്ഞു കേൾക്കുന്നു. അതിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ നടിപീഡന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത പലർക്കും ഇതുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണെന്ന് ആലോചിക്കണം. ഈയിടെ തന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ പല നടന്മാരും തങ്ങൾക്കുണ്ടായ തിക്താനുഭവങ്ങൾ പറയുണ്ടായിരുന്നു. അവർ ഉപയോഗിച്ചിട്ടല്ല, ഇതിൻ്റെ പിന്നിൽ സിനിമാ രംഗത്തുള്ള പലരും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അവർ ജീവഭയം കൊണ്ട് തന്നെയാണ് പലരുടെയും പേര് പറയാറുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഒരു ഗുണ്ടാ മുറിയിൽ നിന്ന് ലഹരി ഉണ്ട് എന്ന് പറഞ്ഞ് ഗുണ്ടാത്തലവനെയും അതിൽ അസിസ്റ്റന്റിനെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. ഇവിടെ അത് പരിശോധിച്ചപ്പോൾ, അതായത് എറണാകുളത്തെ മരടിലുള്ള ഒരു പ്രമുഖ ഹോട്ടലാണെന്ന് ആലോചിക്കണം. ആ പ്രമുഖ ഹോട്ടലിൽ ഈ ഗുണ്ടാത്തലവൻ മുറിയെടുത്തിരുന്നു. അതിൻ്റെ അടുത്ത് അവിടെ ആഘോഷങ്ങൾ നടന്നിരുന്നു. ഈ ആഘോഷത്തിനിടയ്ക്ക് കൊക്കൈൻ ഉപയോഗിച്ചു എന്നൊരു രഹസ്യ വാർത്ത കിട്ടിയിരിക്കുന്നു. രഹസ്യ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അവിടെ റെയ്ഡിന് ചെന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ ഈ രീതിയിൽ കണ്ടത്. കാരണം അതിൽ ഗുണ്ടാത്തലൻ്റെ മുറി പരിശോധിച്ചപ്പോൾ കൊക്കൈൻ ഉപയോഗിച്ചതിൻ്റെ കവറുകൾ കിട്ടി എന്നാണ് പറയുന്നത്. അത് അവർ ഉപയോഗിച്ചു എന്ന് തെളിവോ അത് ഇത്ര ഗ്രാം കിട്ടിയെന്നോ അതിന് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില മദ്യക്കുപ്പികൾ കിട്ടിയെന്ന് പറയുന്നുണ്ട്. എങ്കിലും അവരെ ചോദ്യം ചെയ്യാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെങ്കിലും അവർക്ക് ജാമ്യം കിട്ടി എന്നാണ്. മാത്രമല്ല, ഇപ്പോൾ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ, കോടതി കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ മലയാള സിനിമയിലെ 2 പ്രമുഖ നടീനടന്മാരുടെ പേരുകളാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒന്ന് നായിക നടി പ്രയാഗ മാർട്ടിനും മറ്റൊന്ന് ശ്രീനാഥ് ബാസിയുടെ. ഇവർ 2 പേരുടെയും പേരുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ഉപയോഗിച്ചോ നമുക്കറിയില്ല. ഈ 2 പേരും വെച്ചാൽ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ചെന്നപ്പോൾ അതിൽ ഈ ഗുണ്ടാത്തലൻ്റെ മുറിയിൽ ഇവർ 2 പേരും ചെന്നിരുന്നു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മലയാള സിനിമയിൽ ഇങ്ങനെ ലഹരി ഉപയോഗത്തിൻ്റെ കാര്യങ്ങൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും പുതിയ രീതിയിൽ ഈ ഗുണ്ടാത്തലനുമായിട്ടുള്ള ഇവർക്ക് ബന്ധം എന്താണ്, എന്തുകൊണ്ടാണ് ഗുണ്ടാത്തലൻ്റെ മുറിയിൽ ഈ നടി പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയും ചെന്നത് എന്നുള്ള ചോദ്യം വളരെ സജീവമായിരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഇവരെ 2 പേരെയും ഗുണ്ടാത്തലവിനെയും അസിസ്റ്റന്റിനെയും തെളിവില്ല. കാരണം ഇത്രയും ഗ്രാം കൊക്കൈൻ കയ്യിൽ വെക്കേണ്ടതുകൊണ്ട് അത് പിടിച്ചെടുത്തിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണത്. ഇവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നെങ്കിൽ ഈ പ്രയാഗ മാർട്ടിൻ്റെയും ശ്രീനാഥ് ബാസിയുടെയും കാര്യത്തിൽ എന്ത് തീരുമാനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മലയാള സിനിമയുടെ രംഗത്ത് ഈ ലഹരി പാർട്ടികൾ ധാരാളം നടക്കുന്നുണ്ട്. ചില നടന്മാരും അതിൻ്റെ ആളുകാരാണെന്ന്, അതിൻ്റെ പേരിൽ കോടികൾ ഉണ്ടാക്കിയ വാർത്ത മുമ്പേ തന്നെ പറഞ്ഞിരിക്കുന്ന ആലോചിക്കണം. ഇതിൻ്റെ അടുത്ത ഈ നമ്മുടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും അതിലും ഈ ലഹരിയുടെ കാര്യം പരാമർശിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. മാത്രമല്ല, നമ്മൾ ഈ പരാമർശിച്ച യുവ നടൻ്റെ പേരിൽ മുമ്പും ലഹരിയുടെ കേസിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട്. ഇതിന് മലയാള സിനിമയിലെ സംഘടനകൾ ഇത് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു വർത്തമാനങ്ങൾ, സജീവമായ ചർച്ചകൾ മുമ്പുണ്ടായിരുന്നു. അതിൽ അമ്മ അടക്കമുള്ള സംഘടനകൾ എല്ലാം പറഞ്ഞിട്ട് ഇത് നിയന്ത്രണം ഉണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ വാക്കുകളിൽ നിയന്ത്രണം ഒതുങ്ങി നിൽക്കുന്നൊഴിച്ചാൽ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ ഈ 2 പേരുടെ പേര് മാത്രമാണ് കേൾക്കുന്നതെങ്കിലും അത് അല്ല, പലരുടെയും പേരുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്.